ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ഡി അപ്ഡേറ്റ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കങ്കുവ സിനിമയെ കുറിച്ചാണ്. സോ വീഡിയോയിലേക്ക് പോവാം. സൂര്യ നായകനാക്കി ശിവ സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം 2024 നവംബർ 14 റിലീസ് ചെയ്ത സിനിമയാണ് കങ്കുവ. തലൈവരി രജനീകാന്തിൻ്റെ 2.0 എന്ന സിനിമയ്ക്ക് ശേഷം തമിഴ് സിനിമയിലെ തന്നെ ഏറ്റവും വലിയ റിലീസായി പുറത്തിറങ്ങിയ സിനിമ കൂടിയായിരുന്നു കങ്കുവ. സിനിമയുടെ പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിക്കോട്ടെ, ട്രെയിലർ ആയിക്കോട്ടെ, ടീസർ ആയിക്കോട്ടെ, എല്ലാം ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ വേറെ ലെവൽ തന്നെയായിരുന്നു. അജാതി ലെവൽ ക്വാളിറ്റി സംഭവങ്ങളായിരുന്നു അപ്ഡേറ്റ് ആയിട്ട് കങ്കുവ ടീം പുറത്ത് വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹൈപ്പിൽ തന്നെയാണ് കങ്കുവ സിനിമ റിലീസായത്. എന്നാൽ ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ കങ്കുവ സിനിമയ്ക്ക് ഫുൾ ആൻഡ് ഫുൾ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സൂര്യ എന്ന നടൻ്റെ കരിയറിലെ തന്നെ, അല്ലെങ്കിൽ സൂര്യ ഫാൻസിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും കൂടുതൽ ട്രോള് കിട്ടിയൊരു സിനിമ കൂടിയാണ് കങ്കുവ. ഇനി നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് കിടക്കാം. കങ്കുവ എനിക്ക് പേഴ്സണലി കങ്കുവ സിനിമ ഒട്ടും ഇഷ്ടപ്പെടാണ്ട് പോയ ഒരു സിനിമയാണ്. ഞാനും ഈ സിനിമയ്ക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് തന്നെയാണ് ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയത്. എന്നാൽ ഇതുപോലത്തെ ഒരു അപരാധം പിടിച്ച സിനിമ ഞാനെൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ആ ലെവലിൽ അപരാധമായിരുന്നു ശിവ ഇതിൽ പണി വെച്ചത്. ഈ ഒരു സിനിമ ഫ്ലോപ്പ് ആവാനുള്ള മെയിൻ കാരണം, അല്ലെങ്കിൽ കോസ് ഓഫ് ഡെത്ത്, ഹൈപ്പ് തന്നെയാണ്. കാരണം കങ്കുവ ടീം കൊടുത്ത ഹൈപ്പ് എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരാളും തമിഴ് സിനിമയ്ക്ക് കൊടുക്കാത്ത ആ ലെവൽ ഹൈപ്പായിരുന്നു. തമിഴ് സിനിമയുടെ ബാഹുബലി എന്നൊക്കെ പറഞ്ഞാണ് സിനിമ ഇറക്കിയത്. ഹൈപ്പിനെല്ലാം തുടക്കമിട്ടത് കോ പ്രൊഡ്യൂസറായിട്ടുള്ള ധനഞ്ജയനാണ്. പുള്ളിക്കാരനാണ് പറഞ്ഞത് തമിഴ് സിനിമയുടെ ബാഹുബലി ആയിരിക്കും, പ്രസൻറ്റ് പോർഷൻ ആയിക്കോട്ടെ, പീരിയോഡിക് പോർഷൻ ആയിക്കോട്ടെ, എല്ലാം വേറെ ലെവലായിട്ടാണ് ശിവ സാർ ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഡയറക്ടർ ശിവയും കുറേ ഇരുന്ന് തള്ളിയിരുന്നു. കങ്കുവ ഒരു വെറൈറ്റി കണ്ടൻ്റ് ആണെന്നും സൂര്യ സാർ കരിയറിൽ ഇതുവരെ ചെയ്യാത്ത ഒരു വേഷമാണ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തള്ളി. പിന്നെ പ്രൊഡ്യൂസർ പച്ച സ്റ്റുഡിയോ കങ്കുവ 2 പാർട്ടായിട്ടാണ് ഇറങ്ങുന്നത്. ഫസ്റ്റ് പാർട്ടിൻ്റെ ഒപ്പം അറിയാണ്ട് ആരെങ്കിലും ക്ലാഷ് വെച്ചേക്കാം, എന്നാൽ സെക്കൻഡ് പാർട്ടിൻ്റെ ഒപ്പം ഒരാൾ പോലും ക്ലാഷ് വെക്കില്ല. 1000 കോടിയല്ല 2000 കോടിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. തമിഴ് സിനിമയുടെ ബാഹുബലിയാണ്. ഓഡിയോ ലോഞ്ചിൽ വെച്ചിട്ട് തന്നെ സക്സസ് മീറ്റിനെ കുറിച്ചിട്ട് വരെ പുള്ളി പബ്ലിക്കായി പറഞ്ഞു. മാത്രമല്ല ഡെയിലിയുള്ള കളക്ഷൻ GST അടക്കം ഒഫീഷ്യലി അനൗൺസ് ചെയ്യുമെന്നും പറഞ്ഞു. എന്നാൽ 127 കോടി വരെ പുള്ളിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അല്ല, അത്രേ കിട്ടിയിട്ടുള്ളൂ. ഇവന്മാരുടെയൊക്കെ തള്ളു നമുക്ക് സഹിക്കാം. എന്നാൽ നമ്മുടെ സൂര്യണ്ണൻ ഉണ്ടല്ലോ, പുള്ളിയാണ് ഈ കൂട്ടത്തിലെ ഏറ്റവും വലിയ തള്ള്. കാരണം പുള്ളി പറഞ്ഞത് കങ്കുവ സിനിമേനെക്കുറിച്ച്, എനി ഡയറക്ടേഴ്സ് എനി ക്രിയേറ്റേഴ്സ് ഇൻ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി വായ പൊളന്ത് പാപ്പാങ്കെ. ഈ ഒരു ഡയലോഗിലായിരുന്നു പടത്തിൻ്റെ ഹൈപ്പ് വേറെ ലെവലിലേക്ക് പോയത്. സൂര്യണ്ണൻ്റെ ആ ഒരു ഒറ്റ വാക്ക് വിശ്വസിച്ചാണ് എല്ലാവരും സിനിമയ്ക്ക് പോയത്. അവസാനം പടം നല്ല മൂഞ്ചിച്ച് കയ്യിൽ തന്നു. ഫ്രാൻസിസ് എന്ന ക്യാരക്ടറിൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ സിനിമ കയ്യിൽ നിന്ന് പോയെന്ന് എനിക്ക് മനസ്സിലായി. സിനിമയുടെ ആദ്യത്തെ അരമണിക്കൂർ സൂര്യ, യോഗി ബാബു, കിങ്സ്ലി, ദിശ പട്ടാണി ഈ 4 എണ്ണം കൂടി കോമഡി എന്ന പേരിൽ കുറച്ച് സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അസഹനീയമായിരുന്നു. എനിക്ക് പേഴ്സണലി ഈ സിനിമയിൽ ഗുഡ് തിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ദിശ പട്ടാണിയുടെ യോലോ സോങ്ങിലുള്ള പുള്ളിക്കാരിയുടെ ഗ്ലാമറസ് ആയിട്ടുള്ള സീനുകൾ. മെയിനായിട്ടുള്ള ആ ഒരു ബിക്കിനി സീൻ, അത് കിടു സീനായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ശിവ ദിശ പട്ടാണിയെ കങ്കുവയിൽ കൊണ്ടുവന്നത്. സൂര്യണ്ണൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ സൂര്യണ്ണൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് കങ്കുവ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത്രയ്ക്കും മോശം പെർഫോമൻസ് ആയിരുന്നു സൂര്യണ്ണൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയത്. അതിപ്പോൾ കങ്കുവ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിക്കോട്ടെ, ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ആയിക്കോട്ടെ, രണ്ടും നല്ല ബോറി ക്യാരക്ടേഴ്സ് ആയിരുന്നു. അതുപോലെ സിനിമയിലെ സ്റ്റാർട്ടിങ്ങിലുള്ള ഇല്ലോജിക്കൽ സീൻസ്, മെയിനായിട്ട് റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഗോവയിലേക്കുള്ള ഒരു ട്രെയിൻ സീനുണ്ട്. ശരിക്കും റഷ്യയിൽ നിന്ന് ഡയറക്റ്റ് ഗോവയിലേക്ക് ഒരു ട്രെയിൻ പോലും ഇല്ല. അതൊക്കെ ഭയങ്കര ഇല്ലോജിക്കലായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സിനിമയിലെ ഫ്രാൻസിസിൻ്റെ പഴയ ജന്മമായിട്ടുള്ള കങ്കുവയുടെ സ്റ്റോറി കാണിക്കുന്നത് ഒരു മൂൺ കാണിച്ചിട്ടാണ്. അതൊന്നും പേഴ്സണലി ആ എക്സിക്യൂഷൻ തന്നെ പാളിപ്പോയി എന്ന് തന്നെ പറയാം. ഒട്ടും എനിക്ക് കണക്റ്റ് ആയിട്ടില്ല. സിനിമയിലെ കങ്കു എന്ന ക്യാരക്ടറിൻ്റെ പെർഫോമൻസ് ആയിക്കോട്ടെ, ഡയലോഗ് ഡെലിവറി ആയിക്കോട്ടെ, എല്ലാം അത്രയ്ക്കും മോശമായിരുന്നു. ഹൈപ്പ് പോലെ തന്നെ സിനിമയെ മെയിനായിട്ട് ബാധിച്ചൊരു കാര്യമാണ് സിനിമയുടെ മെയിനായിട്ടുള്ള ആ ഒരു പാസം. ഒട്ടും ലോജിക്കില്ലാത്ത, ഓഡിയൻസിനെ ഇമോഷണലി കണക്റ്റ് ആക്കാത്ത തരത്തിലുള്ള ഒരു പാസമായിരുന്നു ശിവ കങ്കുവയിൽ കുത്തി കയറ്റിയത്. അവിടെ തന്നെ പടം മൊത്തത്തിൽ പോയി. അതുപോലെ സിനിമയിലെ പൊളുവൻ എന്ന് പറഞ്ഞ ആ ഒരു കുട്ടിക്കുരുപ്പിൻ്റെ ക്യാരക്ടർ, ഇതുപോലൊരു കൊച്ചു ഫുണ്ടനെ ഞാൻ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല. അത്രയ്ക്കും ബോറായിട്ടുള്ള ക്യാരക്ടറായിരുന്നു ആ ചെറുക്കൻ ചെയ്തത്. പിന്നെ സിനിമയിലെ ഫൈറ്റ് സീക്വൻസ്, എല്ലാ സീക്വൻസും നല്ല ബോറായിരുന്നു.
മെയിനായിട്ട് കങ്കുവയുടെ പീരിയോഡിക് ഫൈറ്റ്സ്. നല്ലതെന്ന് പറയാൻ ഒരു ഫൈറ്റ് പോലും ഈ ഒരു സിനിമയിലുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. മാത്രമല്ല സിനിമയിലെ BGMs സോങ്സും DSP എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വെച്ചു, അത്രേ ഉള്ളൂ. എനിക്കാകെ ഇതിൽ തലൈവനെ എന്ന് പറഞ്ഞൊരു സോങ് റിലീസായ ടൈമിൽ, അതായത് സോങ് റിലീസായ ടൈമിൽ ഇഷ്ടമായിരുന്നു. ബട്ട് അതിൻ്റെ പ്ലേസ്മെൻ്റ് എല്ലാം അടപടലം പാളിയെന്ന് തന്നെ പറയാൻ സാധിക്കും. ഫൈറ്റിലൊക്കെ കൊണ്ടുപോയിട്ടാണ് തലൈവനെ സോങ് വെച്ചിരിക്കുന്നത്. അതൊന്നും തീരെ കണക്റ്റായില്ല. മെയിനായിട്ട് കങ്കു എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ പ്രശ്നം, പുള്ളി ഡയലോഗ് പറയുന്നതിനെക്കാട്ടും കൂടുതൽ കിടന്ന അലറുകയാണ്. ചെവിയുടെ ഡയഫ്രൊക്കെ അടിച്ചു പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് പുള്ളിയുടെ അലർച്ച. പിന്നെ സിനിമയിലെ VFX, 300 കോടി ബഡ്ജറ്റിൽ ഇറക്കിയ പടം, 2.5 കൊല്ലത്തെ കഷ്ടപ്പാട്, എന്നിട്ടും VFX ഒക്കെ നല്ല അടപടലം മൂഞ്ചിയ VFX ആയിരുന്നു. മെയിനായിട്ട് ഒരു മുതല സീക്വൻസ് ഒക്കെ ഉണ്ട്. ആ ഒരു സീക്വൻസിന് ട്രെയിലറിലും ടീസറിലൊക്കെ കിട്ടിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിരുന്നു. എന്നാൽ പടത്തിൽ വന്നപ്പോൾ മൊത്തത്തിൽ പാളിപ്പോയി. CGI എന്ന പേരിൽ ഒരു ഡമ്മി മുതലേനെ വെച്ചിട്ടാണ് അവന്മാർ ആ ഒരു സീക്വൻസ് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സിനിമയിൽ ഒരു ഇംഗ്ലീഷുകാരൻ വന്ന് കങ്കുവയുടെ ആൾക്കാരായിട്ടുള്ള കാട്ടുവാസികളായിട്ടുള്ള അവർക്ക് സ്വർണ്ണ നാണയം കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. ശരിക്കും ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് സ്വർണ്ണ നാണയം കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ഇങ്ങനത്തെ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള സീൻസാണ് പടത്തിലുടനീളം ഉള്ളത്. പിന്നെ സിനിമയെ മെയിനായിട്ട് ബാധിച്ച കാര്യമാണ് വില്ലനായിട്ട് വന്നത് ബോബി ഡിയോളാണ്. ഒരു ഇമ്പാക്റ്റും ഇല്ലാത്ത ഒരു കോമാളി ആയിട്ടുള്ള വില്ലൻ. ക്ലൈമാക്സിൽ ബോബി ഡിയോളിനെ എത്ര സിമ്പിളായിട്ട് അറിയാം കങ്കുവ കൊല്ലുന്നത്. അതൊക്കെ ഭയങ്കര ബോറായിരുന്നു. മെയിനായിട്ട് പീരിയോഡിക് പോർഷനിലെ ക്ലൈമാക്സിലും ലോജിക്കില്ലാത്ത ഒരുപാട് സീൻസ് ഉണ്ട്. കപ്പലിന് ചുറ്റും ഒരുപാട് സ്രാവുകൾ. എവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും? അവിടെ വെച്ച് പൊടുവൻ എന്ന് പറയുന്ന ആ ഒരു കുട്ടിക്കുരുപ്പ് സൂയിസൈഡ് ചെയ്യുന്ന ഒരു സീനും ഉണ്ട്. ഒരു ലോജിക്കും ഇല്ല. ചെക്കനെ ശരിക്കും പറഞ്ഞാൽ രക്ഷിക്കായിരുന്നു കങ്കുവയ്ക്ക്, എന്നാൽ ചെക്കൻ സ്വയം സൂയിസൈഡും ചെയ്യും. പീരിയോഡിക് പോർഷനിലെ ക്ലൈമാക്സ് ഫൈറ്റിലെ സൂര്യണ്ണൻ്റെ ആ ഒരു ഫിസിക്ക് അത് കിടുമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ബോഡിയായിരുന്നു. ബട്ട് ഫിസിക്കും കൊണ്ട് മാത്രം കാര്യമല്ലല്ലോ. പിന്നെ നേരെ ക്ലൈമാക്സിലെ പ്രസൻറ്റ് പോർഷനിലേക്കാണ് വരുന്നത്. പ്രസൻറ്റ് പോർഷനും ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം അടുത്തോട്ട് പോയിട്ടില്ല. കാരണം ഫ്രാൻസിസ് എന്ന ക്യാരക്ടറിന് 2 ബുള്ളറ്റ് വയറ്റിൽ കൊള്ളുന്നുണ്ട്. എന്നാൽ ആ ബുള്ളറ്റും കൊണ്ട മുറിവുമായിട്ട് എത്രയോ കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഫ്രാൻസിസ് എന്ന ക്യാരക്ടർ ഓടുന്നത്. അത് കഴിഞ്ഞൊരു ബൈക്കും ജമ്പ് ചെയ്ത് പ്ലെയിനിലേക്ക് കയറുന്നതും ഗ്രാവിറ്റീനെയൊക്കെ അപമാനിച്ച് നിലത്ത് കുത്തിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. മെയിനായിട്ട് ക്ലൈമാക്സ് പോർഷൻ ഡൗൺ ആവാനുള്ള കാരണം പീരിയോഡിക്കിലെ ക്ലൈമാക്സും അതുപോലെ തന്നെ പ്രസൻറ്റിലെ ക്ലൈമാക്സും തമ്മിൽ കണക്ട് ചെയ്ത് സ്ക്രീൻസ് മാറ്റിയാണ് ക്ലൈമാക്സ് പോർഷൻ കാണിച്ചത്. അതൊന്നും പേഴ്സണലി എനിക്ക് ഒട്ടും കണക്റ്റ് ആയിട്ടില്ല. പിന്നെ ലോജിക്കില്ലാത്ത ക്ലൈമാക്സിലെ ഫൈറ്റ് സീക്വൻസും ആ ഒരു പ്ലെയിനിൽ വെച്ച് വെടികൊണ്ട ഒരു മുറിവായിട്ട് ഒരു CGIയിൽ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് സൂര്യണ്ണൻ്റെ. നല്ല ബോറ് ഫൈറ്റായിരുന്നു. വെടികൊണ്ട സൂര്യണ്ണൻ പ്ലെയിനിൽ വലിഞ്ഞു കയറി തൂങ്ങിക്കിടക്കുന്ന ഒരു സീൻസൊക്കെ ഉണ്ട്. അതും 2 ബുള്ളറ്റാ വയറ്റിൽ കൊണ്ടുപോയെന്ന് ആലോചിക്കണം. ഒന്നിലേലും ക്ലൈമാക്സൊക്കെ പടച്ചു വെക്കുമ്പോൾ കുറച്ച് ലോജിക്കായിട്ടുള്ള രീതിയിലും പടച്ചു വെക്കണ്ടേ? ഇതൊന്നുമില്ല. അങ്ങനെ പടം കഴിഞ്ഞെന്ന് വിചാരിച്ചിരിക്കുമ്പോഴായിരിക്കും ക്ലൈമാക്സിലെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ വരുന്നത്. കങ്കോ സിനിമയിലെ മെയിൻ വില്ലൻ കാർത്തിയുടെ എൻട്രി. ടൈഗർ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച പീരിയോഡിക് പോർഷനിലെ കാർത്തിയുടെ എൻട്രി. ഓറിയോ ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് എടുത്ത് നെറ്റിയിൽ ഒട്ടിച്ചു വെച്ച പ്രസൻറ്റ് പോർഷനിലെ കാർത്തിയുടെ എൻട്രി. എക്സ്മാനൊക്കെ കോപ്പി അടിച്ച് വെച്ചിട്ടുണ്ട് ശിവ. ഇങ്ങനെ 2 എൻട്രിയാണ് കാർത്തിക്ക് കൊടുത്തിട്ടുള്ളത്. 2 എൻട്രിയും നല്ല ബോർ എൻട്രി ആയിരുന്നു. എന്തിനാ കാർത്തിനെ കൊണ്ടുവന്നതെന്ന് പോലും ഒരു പിടുത്തമല്ല. സൂര്യയുടെ കരിയറിലായാലും കാർത്തിയുടെ കരിയറിലായാലും ഏറ്റവും വസ്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് കങ്കോ സിനിമയിൽ ഇവരുടെ ക്യാരക്ടേഴ്സിനെ പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതൊന്നുമല്ല, പോസ്റ്റ് ക്രെഡിറ്റ് സീനൊക്കെ കഴിഞ്ഞ് സിനിമയിൽ നമ്മുടെ പൊളുവൻ എന്ന് പറയുന്ന ആ ഒരു ചെക്കൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു പവർ കാണിക്കുന്ന സീനുണ്ട്. സ്ട്രേഞ്ചർ തിങ്സ് കണ്ടവർക്കൊക്കെ ആ ഒരു സീൻ കലങ്ങിയിട്ടുണ്ടാവും. പക്ക അതന്നെ കോപ്പി അടിച്ച് അങ്ങനെ ശിവ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു റീസൺസ് ഒക്കെ കൊണ്ട് തന്നെയാണ് കങ്കുവ സിനിമ അട്ടർ ഫ്ലോപ്പായി മാറിയത്. പിന്നെ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിരുന്നു, നല്ലൊരു കണ്ടൻ്റ് ആയിരുന്നു, വൃത്തിക്ക് എടുത്തിരുന്നെങ്കിൽ നല്ല സിനിമ ആയേനെന്ന്. എനിക്ക് പേഴ്സണലി ഈ സിനിമയുടെ കണ്ടൻറ്റ് തന്നെ നെഗറ്റീവായിട്ടാണ് തോന്നിയത്. കാരണം എന്ത് വെറൈറ്റി ഉള്ളതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. രാംചരൻ്റെ ധീര എന്ന സിനിമയുടെ അതേ കണ്ടൻറ്റ്, സെയിം സ്റ്റോറി. ധീരയിൽ ലോജിക്കുള്ള ഒരു പ്രണയത്തിന് വേണ്ടി പുനർജനിച്ച നായകനാണെങ്കിൽ ഇവിടെ ഒരു ലോജിക്കും ഇല്ലാത്ത ഏതോ ഒരു പയ്യന് വേണ്ടി പുനർജനിച്ച കങ്കുവ. അത്രയേ ഉള്ളൂ വ്യത്യാസം. എനിക്ക് എന്തായാലും ഈ ഒരു സിനിമ ഫ്ലോപ്പായതിൽ ഒരത്ഭുതം തോന്നുന്നില്ല. ഈ ഒരു സിനിമ എങ്ങനെ ഇറക്കിയിരുന്നെങ്കിലും റിസൾട്ട് ഫ്ലോപ്പ് തന്നെയാണ്. കാരണം അത്രയും ബോറായിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ് സിനിമയുടേത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കങ്കോ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. കങ്കോ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ സീ യു ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്, ബൈ.